വടകര നഗരസഭയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വടകര നഗരസഭയും ആരോഗ്യവകുപ്പും. 17-ാം വാർഡായ കുറുമ്പയിലെ 4 വയസ്സുകാരിക്കാണ് രോഗബാധ കണ്ടെത്തിയത്. പനിയും വയറിളക്കവും ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പും വടകര നഗരസഭയും. വടകര നഗരസഭയിലെ കുറുമ്പൊയിൽ പ്രദേശത്ത് കടുത്ത ആശങ്ക ഉയർത്തിയാണ് 4 വയസ്സുകാരിക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും കടുത്ത വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ച് നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഷിഗല്ല ബാധ കണ്ടെത്തിയത്. എന്നാൽ പരിശോധനാ ഫലം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിരുന്നു. പിന്നീട് ഫലം പോസിറ്റീവായതോടെ ആരോഗ്യവകുപ്പും നഗരസഭയും ഉടനടി പ്രതിരോധ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. വടകര നഗരസഭയിലെ 17-ാം വാർഡിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗവും കൗൺസിലേഴ്സും ആശാവർക്കർമാരും JPHന്മാരും സംയുക്തമായി പരിശോധന നടത്തി വരികയാണ്. റിപ്പോർട്ട് ചെയ്ത വീടുകളിൽ കുട്ടിയെ കണ്ടു, കാര്യമായി കുഴപ്പമൊന്നുമില്ല. അടുത്തുള്ള വീടുകളിലൊക്കെ ക്ലോറിനേഷൻ ചെയ്തു വരുന്നു. സൂപ്പർ ക്ലോറിനേഷനൊക്കെ നടത്തി വരുന്നുണ്ട്. പിന്നെ ബോധവൽക്കരണം നടത്തി വരുന്നു. പിന്നെ ഇന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ സാനിറ്റേഷൻ കമ്മിറ്റികൾ കൂടി വാർഡിലെ മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർഡ് കൗൺസിലറും പിന്നെ വാർഡിലുള്ള ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് വീടുകൾ സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭ ആരോഗ്യ വിഭാഗവും രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത് നാട്ടിലെത്തി പരിശോധനകൾ നടത്തി. രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും സൂപ്പർ ക്ലോറിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം ഊർജിതമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞു. വാർഡിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വാർഡിലെ മുഴുവൻ ആളുകളിലും സ്കൂളുകളിലും ബോധവൽക്കരണം നടത്തുമെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു. വാർഡിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെതും മുനിസിപ്പാലിറ്റിയുടെയും ഒരു ടീം തന്നെ ഇവിടെ വന്ന് നാട്ടുകാരെ കണ്ട് ബോധവൽക്കരണവും ക്ലോറിനേഷനും നടത്തി വരികയാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ വാർഡിലെ മുഴുവൻ വീടുകളിലും ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് മുതൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുന്നതായിരിക്കും. കൂടാതെ വാർഡിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതായിരിക്കും. ഈ വാർഡിനോട് തൊട്ടുകിടക്കുന്നതും വാർഡിലുമായിട്ടുള്ള സ്കൂളുകളിലും പാരന്റ്സിനും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതായിരിക്കും. കൂടാതെ ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭീതി വേണ്ട, ജാഗ്രതയാണ് വേണ്ടത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും സൂക്ഷിക്കുക എന്ന് മാത്രം പറയാനുള്ളത്.